എങ്ങോട്ടൊക്കെ പോണെന്ന് വീഡിയോ ചെയ്യണം നമുക്ക്. വീഡിയോ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ ചെയ്യാമെന്ന് അറിയാം. വമ്പൻ വെറൈറ്റി സംഭവം. എന്ത് വെറൈറ്റി? വയനാട് പോത്തുകാലാണ്. നടക്കോ നമ്മളെ കൊണ്ട്? പെട്ടക്കാണ് നമ്മള് നമ്മുടെ സ്റ്റൈല്, തൃശ്ശൂർ സ്റ്റൈല്. എന്നാ വാ നമുക്ക് പെട്ടക്ക് തന്നെ. അല്ല പഠിച്ചേ നമ്മുടെ പോത്തുകാല അങ്ങനെ ആക്സോബേഡ് ഉപയോഗിച്ച് മുറിക്കാണ്. വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചീളൊക്കെ ഇറച്ചിമൊക്കെ ഇരിക്കുക. കാരണം നമ്മള് ആക്സോബേഡ് മുറിക്കാണ് കേട്ടാ. നമ്മളോട് പറ്റില്ലാട്ടാ. ഒന്നറിയണേ, ഈ പണി എന്നെ കൊണ്ട് പറ്റില്ലാണ്ടപ്പോ ഞാൻ നമ്മുടെ അജിത്തിന് നമ്മുടെ സിന്റപ്പനായിട്ട് കൈമാറി കൊടുത്തിട്ടുണ്ട്. അവന്മാര് നല്ല അടിപൊളിയായിട്ട് കിടന്ന് മുറിക്കുന്നുണ്ട് കേട്ടാ. പോത്തുംകാലം അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കഴുകി കുട്ടപ്പനാക്കി എടുക്കാട്ടാ. നമുക്ക് കഴുകുമ്പോ നന്നായിട്ട് ഈ പൊടികളൊക്കെ കളയണട്ടോ. നേരത്തെ മുറിച്ചതിന്റെ പൊടികളുണ്ട്. അപ്പൊ നന്നായിട്ട് കഴുകി എടുക്കാം. പിന്നെ കഴുകുമ്പോ കൈയൊന്നും മുറിയാണ്ട് നോക്കാം. ഇത് നമ്മുടെ പോത്തുകാലം അങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് ഏകദേശം നമുക്കിനി മാറ്റിയാണ്ട് വെക്കാട്ടത്. ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾ കഴുകിയത്. അവസാനത്തെ പോത്തുംകാലാണ്. ഇതും കൂടി നമ്മളതിലേക്ക് ഇടാൻ കേട്ടാ. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പൊ വയനാടുകാർ അവരുടെ സ്റ്റൈലിൽ പോത്തുംകാലം ഉണ്ടാക്കി. ഞങ്ങൾ തൃശ്ശൂർകാർ ഞങ്ങളുടെ സ്റ്റൈലിലൊന്നും ഉണ്ടാക്കി നോക്കാൻ കേട്ടാ. അപ്പൊ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായിട്ടാ നമുക്ക് അതിൽ കുറച്ച് സവാളാണ് തട്ടാട്ടാ. സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടാ. ഇതിലേക്ക് നമുക്ക് 1 കിലോ ചെറുവില ഇട്ട് കൊടുക്കാട്ടാ. ഇതിൽ നമ്മൾ ഇനി ഇടാൻ പോണത് പച്ചമുളക് കീറി വെച്ചതും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതും നമ്മൾ ഇനി ഇടാൻ പോകണട്ടാ. ഇനി നന്നായിട്ടാണ് ഇളക്കി കൊടുക്കുക. നന്നായിട്ടാണ് വാടണത്. കുറെ ആൾക്കാരുണ്ട്. അറിയാണ്ടില്ലേ, ചിന്തപ്പൻ, അജിത്ത്, കടു എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. കളിക്കൊണ്ട് നമ്മുടെ സവാളയും ചെറുള്ളിയും പകുതി വാടിയുണ്ട് കേട്ടോ. നമുക്കിനി അതിൽ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 4 തക്കാളി കീറി വെച്ചത് ഇട്ട് കൊടുക്കണം. കുറച്ച് വേപ്പലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടി കൊണ്ട് നമുക്ക് അവിടെ വെതറേണ്ടി ഇട്ട് കൊടുക്കാട്ടാ. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പൊടിക്കലും ഇട്ട് കൊടുക്കാട്ടാ. ഒരു 9 ടീസ്പൂൺ മല്ലിപ്പൊടി, 8 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണട്ടാ. ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കാതിന് ശേഷം നമ്മുടെ മസാല ആണ് സെറ്റ് ആയിട്ട് നമുക്ക് പോത്തുംകാലം ഇട്ട് കൊടുക്കാട്ടാ. അവസാനത്തെ കാലുണിയോട് വെച്ചു കൊടുക്കണം കേട്ടാ. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടാ. വിചാരിച്ച പോലെയല്ല. മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. നന്നായിരുന്നു ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി 6-7 മണിക്കൂർ കിടന്നങ്ങോട്ട് തിളക്കണവൻ. നമുക്കത് മൂടി വെക്കാം. ഇനി
ഇളക്കി വയ്യാണ്ടായിന്ന് പറഞ്ഞത് എല്ലാവരും പോയി നല്ല കിടപ്പായിട്ട് അവിടെ. ഏകദേശം 2 മണിക്കൂറായി നമ്മുടെ പോത്തുങ്കാല്. തുറന്നു നോക്കിയിട്ട് എന്തായാലും നോക്കട്ടെ കേട്ടാ. ഏകദേശം വെള്ളമൊക്കെ വറ്റിണ്ട്. നമുക്കിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പോത്തുങ്കാൽ അങ്ങനെ ഏകദേശം ഒരു 7 മണിക്കൂർ കിടന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി തുറന്നു നോക്കിയിട്ട് പറയാട്ടാ. ഒരു രക്ഷയില്ലാട്ടോ, അഡാറ് സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ. നമുക്കിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. നമ്മളിനി കഴിക്കാൻ പോവാണ് കേട്ടാ. നമ്മുടെ പോത്തുങ്കാൽ റെഡി ആയിട്ട് എനിക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാട്ടാ. കേട്ടോ, നന്നായിട്ട് വിട്ട് പറഞ്ഞിട്ട് ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് കേട്ടോ. ഇത് മജ്ജ കഴിച്ചോട്ടെ. മജ്ജ വിട്ട് പോരാണ്ടാ സംഭവം പുറത്തേക്കാണ് ചാടിൻ്റെ കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ മജ്ജയും ആ ഗ്രേവിയും ഇറച്ചിയും കൂടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാട്ടാ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. സൂപ്പറായിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഗ്രേവിയും ആ മജ്ജ ഇറച്ചി കൂടി വന്നപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കഴിച്ചോട്ടെ. ഒരു കാലം അങ്ങനെ കഴിച്ചോക്കാൻ പോണ്. എൻ്റെ ഇറച്ചി പകുതി കഴിഞ്ഞു. ഇല്ലാണ്ട് സാധനം കേട്ടോ, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ സാധനമൊക്കെ കഴിച്ചു നോക്കി സംഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. മജ്ജ ഉണ്ടല്ലോ, അതാണ് ശരിക്കും കഴിക്കണ്ടായത്. അപ്പോൾ മച്ചാമാരെ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.